ഹലോ ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശക്കും ഇഡലിക്കും സെർവ് ചെയ്യുന്ന തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ തേങ്ങ 1.5 കപ്പ്, ചെറിയ ഉള്ളി 3 എണ്ണം, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, പുളി വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതുപോലെ തന്നെ കറിവേപ്പില എന്നിവ ചേർത്ത് മിക്സിയിൽ ഒരു തരി പോലെ അരച്ചെടുക്കുക. നന്നായിട്ട് അരക്കേണ്ടതില്ല. ഒരു 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് എത്ര നമുക്ക് ചട്നി ലൂസ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് അരക്കാം. അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് മിക്സി ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി താളിച്ച് ചേർക്കാനുണ്ട്. താളിക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. ശേഷം ഇതിലേക്ക് ഒരു 2-3 ചീരുള്ളി അഥവാ ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ചെറിയ ഗോൾഡൻ കളറായി വരണം. പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ഒരു 3 എണ്ണം ഇട്ട് ഇളക്കി എടുക്കുക. ഇത് നേരത്തെ ഉണ്ടാക്കിയ തേങ്ങയുടെ അരപ്പിലേക്ക് ഒഴിക്കുക. നമ്മളെ തേങ്ങാ ചമ്മന്തി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.